ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ നാളുകൾക്ക് ശേഷം ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഞാനിവിടെ ചുമയൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുവാണ്. ഒരാഴ്ചയായി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് ഞാനൊരു പഴയ വീഡിയോസിന്റെ കമന്റ് സെക്ഷന് താഴെ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വീറ്റ് ആപ്പിന്റെ ഫുൾ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ഇടാവോ, വീറ്റ് ആപ്പിനെ പറ്റി കൂടുതൽ വീഡിയോസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് എൻ്റെ ചാൻസ്, ഒന്ന് റെഡിയൊക്കെ ആയി ഒരു വീഡിയോ എടുക്കാമെന്ന്. എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കായി പോകുമായിരിക്കും. ഞാനിങ്ങനെ പോസ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്, ബിക്കോസ് എൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ചുമയാണ്. എനിവേസ്, നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇവിടെ ഞാൻ ആഡ് ചെയ്യാം. മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്യായിരിക്കും, കോപ്പിറൈറ്റ് ഇഷ്യൂസ്. പിന്നെ ഈ ഒരു സാധനമാണ് നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് യൂസിങ് വീറ്റ ആപ്പ്. ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് ആപ്പ് ടുഗെദർ. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നേരെ എഡിറ്റിംഗിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ടിപ്സ് ആണ്, അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ആണ്. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ബിക്കോസ് ഞാനങ്ങനെ പ്രോ ടിപ്സ് ഒന്നും അല്ല പറയാൻ പോകുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസിഷൻ വീഡിയോസും കൂടുതലും സ്ലോമോ വീഡിയോസൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ വീഡിയോസ് ആഡ് ചെയ്യുന്നത്, ഓവർലേ ചെയ്യുന്നത്, മ്യൂസിക് ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഡിലീറ്റ് ചെയ്യുന്നത്, പുതിയ മ്യൂസിക് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ലോ മോഷൻ, സ്മൂത്ത് സ്ലോ മോഷൻ, ലൈറ്റ് എഫക്ട്സ് അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നിങ്ങൾക്കിതൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഇസ് നോട്ട് ഫോർ യു. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾ പോയി വീറ്റ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ലോഗോ. ആദ്യം തന്നെ നമ്മൾ വീറ്റ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് മുകളിൽ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകും. ഇത് ഞാൻ ട്രയലിന് വേണ്ടിയിട്ട് എടുത്ത് നോക്കി കുറച്ച് സ്ക്രീൻ റെക്കോർഡിങ്സ് മുകളിലുള്ളത്. പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ക്ലിപ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ പേർപ്പിൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ ക്ലിപ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പോകുന്ന വഴി ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ഓൾ ഓഫ് ദം. ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിപ്പോൾ ലൈക്ക് ഒരു ലോങ് വീഡിയോ അല്ലേ, നിങ്ങൾക്ക് ഇവിടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ കാണാം 1 minute and 6 seconds ഉണ്ട് ഈ ഹോൾ വീഡിയോ. പക്ഷെ ഞാൻ എയിം ചെയ്യുന്നത് ഒരു 15 seconds അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു റീലാണ്. സോ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ലെങ്ത് എല്ലാം കുറച്ച് ചെറിയ ചെറിയ ഷോർട്ടുകളാക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു ട്രാൻസിഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റ് ആ ഒരു ടൈമിൽ ആ സാധനം നമ്മൾ കട്ട് ചെയ്ത് മേർജ് ചെയ്യുകയൊക്കെ ചെയ്യണം. സോ നമുക്ക് ആദ്യം അത് ചെയ്യാം. ഇവിടെ നിന്നിട്ടാണ് എനിക്ക് വേണ്ടത്, എക്സാക്ട്ലി ഫ്രം ഹിയർ. സോ ഞാനത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനകത്ത് ആദ്യം കാണുന്ന സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പം എനിക്ക് ആവശ്യമുള്ള ഷോട്ട് തൊട്ടിട്ട് അത് വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുവാണ്, ബിക്കോസ് ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ഈ ഒരു ചെറിയ പോർഷൻ ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത്, ഞാൻ ആ കൈ വെച്ചിട്ട് ഇങ്ങനെ കൈ വീശുന്ന ആ ടൈമിൽ ട്രാൻസിഷൻ സംഭവിക്കണം, ലൈക്ക് എക്സാക്ട്ലി ഹിയർ. ഇവിടെ വരെയാണ് എനിക്ക് വേണ്ടത്. എഗൈൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, പക്ഷെ നമ്മളിവിടെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഫ്രം നൗ എന്ന് പറയുന്നത് ലൈക്ക് ഇവിടെ തൊട്ടിട്ട് അൺടിൽ നൗ ഇവിടെ വരെ. ഇപ്പോൾ എനിക്കിതാ ഇവിടെ തൊട്ടിട്ടാണ് വേണ്ടത്, ടിൽ ഞാൻ ആ കൈ വെച്ച് ട്രാൻസിഷൻ ചെയ്യുന്ന ഇവിടെ വരെ. സോ ഐ എം ഗോണ ക്ലിക്ക് അൺടിൽ നൗ. അപ്പോൾ അതിന് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ടുണ്ട്. എവിടെ തൊട്ടാണോ എവിടെ വരെയാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേയും അത് കഴിഞ്ഞിട്ടുള്ളതും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷോട്ട് മാത്രമായിട്ട് കിടക്കും. കറക്റ്റ് ഇവിടെയാണ് ട്രാൻസിഷൻ ഹാപ്പനിങ്. ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇപ്പം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അത് റിമൂവ് ചെയ്യാണ്. എല്ലാ ഷോട്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒരേപോലെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ടേൺ ഓഫ് എന്നുള്ള മറ്റൊരു സ്പീക്കറിൻ്റെ സൈനുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പം എല്ലാ ഷോട്ടിൻ്റെയും കോർണറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒന്നിനും വോളിയില്ല. അത്ര സ്മൂത്ത് അല്ല എന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് ബാഡ്. ഇനിയിപ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് മ്യൂസിക്കിനനുസരിച്ച് എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. ഇവിടെ തേർഡ് ഓപ്ഷൻ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അഗൈൻ മ്യൂസിക് പ്ലസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുവാണ്, ബിക്കോസ് എനിക്ക് ഈ സോങ് എവിടെ നിന്നെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് വേണം. എൻ്റെ കയ്യിൽ സോങ് ഇല്ല. ആൻഡ് എഫക്ട്സിനകത്ത് ഇതുപോലെ കുറേ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, ആൻഡ് ഐ ലവ് ഇറ്റ്. ഇത് കണ്ടോ നിങ്ങൾ, നമ്മൾ ഈ വീഡിയോയുടെ
നമ്മൾ ഈ വീഡിയോയുടെ ഒക്കെ പല പല ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് നോയ്സസ് കേൾക്കത്തില്ലേ, ഭയങ്കര എന്താ ഇപ്പോൾ കീബോർഡ് ടൈപ്പിംഗ് അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നത്, ക്യാമറ ഷട്ടർ ചെയ്യുന്നത്, ഞാനിതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് സൗണ്ട് എഫക്ട്സിനകത്തുണ്ട്. പിന്നെ മ്യൂസിക്കിനകത്ത് നിങ്ങൾക്ക് എല്ലാ വ്ളോഗൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വ്ളോഗിനുള്ള ബാക്ക്ഗ്രൗണ്ട് സോങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തിരി സോങ്സ് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമുക്കിതിനകത്ത് വേണ്ടത് ഈ ലാസ്റ്റത്തെ ഓപ്ഷൻ എക്സ്ട്രാക്റ്റ് ഉള്ളതാണ്. ഞാൻ ഇനി ഇതിനകത്ത് എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള മ്യൂസിക് ഉള്ള ഒരു വീഡിയോ ഞാൻ പിക്ക് ചെയ്തിട്ട് ആ വീഡിയോയിൽ നിന്ന് മ്യൂസിക് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുവാണ്. അതിൽ നിന്ന് മ്യൂസിക് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അതാണ് നമുക്ക് ആവശ്യമുള്ള മ്യൂസിക്. നമ്മൾ ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് അത് നമ്മളുടെ ഈ വീഡിയോനകത്തേക്ക് ആഡ് ചെയ്യുവാണ്. ഞാൻ മറ്റേ ജിമിക്കി പൊന്നെന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് സോങ് ആണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഞാനത് ഡിലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ ഒരു ഇത് ക്ലിപ്പ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. സോ നൗ ഐ ഹാവ് 3 ലിറ്റിൽ ഷോർട്സ്. ഇങ്ങനെ ഒരെണ്ണം, ഇതിങ്ങനെ ഒരെണ്ണം. താഴെ ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങൾ? സ്പീഡ് എന്നുള്ള ഓപ്ഷൻ, നമുക്ക് സ്പീഡ് ആദ്യം ട്രൈ ചെയ്ത് നോക്കാവേ. ഇതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്, സ്റ്റാൻഡേർഡും കർവും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്പീഡിനകത്താണോ വെക്കുന്നത് ആ ഒരു ഫുൾ ഷോട്ട് ആ സ്പീഡിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതല്ല നിങ്ങൾ കർവ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കർവ് പോലെ ആയിരിക്കും നമ്മളുടെ വീഡിയോ പോവുക. ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഐ തിങ്ക് സ്റ്റാൻഡേർഡ് ഇറ്റ് ഈസ്. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കർവിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ തല തിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ് എനിക്ക് സ്ലോ മോഷൻ വേണ്ടത്. അപ്പം ഞാൻ കറക്റ്റ് അവിടെ എത്തിയിട്ട് ഈ വീഡിയോ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു ചെറിയ 0.9 സെക്കൻഡിലുള്ള ഈ ഒരു ചെറിയ ഷോട്ടിലെ ഇത് മാത്രം നമുക്ക് സ്ലോ മോഷൻ ആക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മതി, അത് ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്യുവാണ്, 0.6 ആക്കി. ആൻഡ് ദെൻ അഗൈൻ സ്പീഡിൽ പോയി സ്റ്റാൻഡേർഡിൽ പോയിട്ട് അത് 0.5 അല്ലെങ്കിൽ ഒരു 0.4 കിടക്കുവാണ്. ഇപ്പോൾ ആ ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ. മുടി എങ്ങനെ മുഖത്തേക്ക് വരുന്ന പോർഷനിൽ മാത്രം താഴെ നമുക്ക് കാണാൻ പറ്റുമോ കേട്ടോ 0.4 എന്നുള്ളത്. നെക്സ്റ്റ് ഇങ്ങനെ തിരിയുന്നൊരു പോർഷൻ. ഇതിനകത്തും നമുക്ക് ഇത്രയും വലിയൊരു ഷോട്ടിൻ്റെ ആവശ്യമില്ല. നേരെ നോക്കുമ്പം സെയിം സ്പീഡ് തന്നെ നിന്നോട്ടെ. ഞാൻ എന്നിട്ട് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരി സ്പീഡ് കുറയ്ക്കാം. അപ്പം ഞാൻ കറക്റ്റ് എനിക്ക് സ്പീഡ് എവിടെ മുതലാണോ കുറയ്ക്കേണ്ടത് അവിടെ വെച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് പുറകിലുള്ള ആ ചെറിയ പോർഷൻ മാത്രം ഞാൻ സ്പീഡ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡിൽ ഒരു 0.3 ഇടുവാണ്. സോ ഇറ്റ്സ് ഗോണ ബി വെരി സ്ലോ. നോക്കുന്നു, എന്നിട്ട് വെരി സ്ലോ ആയിട്ട് വരുന്നു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇനി അടുത്ത പോർഷൻ മുടി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നു പറയണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അതിൻ്റെ ലെങ്ത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അഗൈൻ സ്പീഡിൽ പോയി സ്റ്റാൻഡേർഡിൽ പോയിട്ട് 0.4 ഇടുവാണ്. എൻ്റെ ലാസ്റ്റ് ക്ലിപ്പ് വരുന്നത് മുടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും മതി. അതൊരു 1 സെക്കൻഡ്. അതിൻ്റെ സ്പീഡ് ഞാൻ ഓവറോൾ ഒരു 0.5 ആക്കുവാണ്. നമുക്ക് ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പ്രിറ്റി ഗുഡ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എഫക്ട്സുകളൊക്കെ ആഡ് ചെയ്യാം. ലൈറ്റ് എഫക്ട്സും കുറച്ച് ഫിൽറ്റർ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. താഴെയുള്ള ഓപ്ഷൻസ് കണ്ടല്ലോ. സ്റ്റിക്കർ നമുക്കവിടെ ആവശ്യമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ സ്റ്റിക്കേഴ്സാണ് ഇവിടെ അവൈലബിൾ ഉള്ളതെന്ന്. കുറേ ഉണ്ട് കേട്ടോ. നൈസ്. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓ, ദിസ് ഇസ് സോ ഗുഡ്. ഡെയിലി വ്ളോഗ് നിങ്ങൾ ലോങ് വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറേ ഫോണ്ടുകളും കുറേ ടെംപ്ലേറ്റ്സ് പോലെ കുറേ കിടക്കുന്നുണ്ട്. ദിസ് ഇസ് സോ ഗുഡ്. നല്ല രസമുണ്ട്. പിന്നെ ഗൈസ്, എനിക്കൊന്ന് സ്റ്റിക്കേഴ്സിൽ ക്യാപ്കട്ടിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് വീറ്റയിലുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ടെക്സ്റ്റിനകത്താണെന്നുണ്ടെങ്കിലും കുറേ ഫോണ്ടുകളുണ്ട്. ഞാൻ ക്യാപ്കട്ടിൽ കണ്ടേക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോണ്ടുകളും അല്ല. നമുക്കിനി എക്സ്ട്രാ ഫോണ്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് തന്നെയുള്ള ഫോണ്ടുകളുടെ കാര്യമാണ് പറഞ്ഞത്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നല്ല ഭംഗിയുണ്ട്.
ഇതൊക്കെ CapCutലെ സെയിം പോലെ തന്നെയാണ്. ഫോണ്ട് സെലക്ട് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് സ്റ്റൈല് വേണ്ടത്. അതാണ് ടെക്സ്റ്റും സ്റ്റിക്കറും. പിന്നെയുള്ളത് എഫക്ട്സ്, അതാണ് നമുക്ക് വേണ്ടത്. ഫേസ് എഫക്ട്സും ഉണ്ട്, അല്ലാത്ത എഫക്ട്സും ഉണ്ട്. തൽക്കാലം നമുക്ക് അല്ലാത്ത എഫക്ട്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ ഫ്ലാഷ് ഒക്കെ ഉള്ളത്, ബോക്സ് ബുക്ക്, എല്ലാം ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങൾ കണ്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സൂം, സ്പിൻ, പൾസ് 1 എന്ന് പറയുമ്പോൾ നൈസ്. സൂമിൻ കൊടുക്കാൻ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി നൈസ്. നമുക്ക് ആദ്യത്തെ ഷോട്ടിൽ ഈ ഒരു ഷോട്ടില്ലേ, ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി സൂമിൻ വന്നോട്ടെ. പക്ഷെ നമുക്കത് എഡിറ്റ് ചെയ്യാനുണ്ട്. നോട്ട് യെറ്റ്. അഡ്ജസ്റ്റ് എന്നുള്ള, അതായത് ഇപ്പോൾ അവിടെ സൂമിൻ എഫക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി അഡ്ജസ്റ്റ് എന്നുള്ള ഈ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കിത് ഭയങ്കര അടുത്തൊന്നും വരണ്ട, ഭയങ്കര ലിറ്റിൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 0.50 വല്ലതും, അല്ലെങ്കിൽ സ്കെയിൽ എന്നുള്ളത് നമുക്ക് ഇത്രയും അടുത്തേക്ക് വരണ്ട, ഇത്രയും അടുത്ത് വന്നാൽ മതി. അപ്പോൾ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂട്ടാം. ഹൊറിസോണ്ടൽ ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളത് അതിൻ്റെ ആവശ്യമില്ല, അത് ലെറ്റ് ഇറ്റ് ബി ദെയർ. ഓക്കെ. പിന്നെ നമ്മൾ വിചാരിച്ച അത്ര ഒത്തിരി എഫക്റ്റ് ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു സൂമിൻ എഫക്റ്റ്. നോക്കട്ടെ, കണ്ടോ, കുറച്ച് അടുത്തേക്ക് വരുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. നെക്സ്റ്റ്, ഈ ഒരു ഹെയർ ഫ്ലിപ്പിനകത്ത് നമുക്ക് എന്ത് എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. വേറൊരു കാര്യമുണ്ട്, ഞാനിതിനകത്ത് ഫേസ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കണ്ടു ആദ്യം നോക്കിയപ്പോൾ. അതെവിടെയാണെന്നൊന്ന് നോക്കട്ടെ. ബിക്കോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഡാൻസുകൾക്കൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കാറുണ്ട് ഫേസ് ട്രാക്കിംഗ് ഉള്ള ഒരു ആപ്പ് പറഞ്ഞു തരുമെന്ന്. ദിസ് ഈസ് ആക്ച്വലി സോ ഗുഡ്. നിങ്ങൾക്ക് ഡാൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറേ കൂടെ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫേസ് ട്രാക്ക് ഓപ്ഷൻ. പക്ഷെ ഇതിപ്പോൾ ഞാനിവിടെ റൂമിൽ നിന്നിട്ട് തന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നത് കൊണ്ട് അത്ര ഒബ്വിയസ് അല്ല. പക്ഷേ ഫേസ് ട്രാക്ക് ഈസ് എ ഗുഡ് ഓപ്ഷൻ ഇതിനകത്ത്. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും യൂസ് ചെയ്യുക. ഞാനിതൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ്, എന്തൊക്കെയാണ് നല്ലത്, എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന്. ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന പോലെ അത് വേണ്ട. റെട്രോ നോക്കാം, അതിനകത്ത് എന്തെങ്കിലും നല്ലതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ് വരുന്ന ഒരു ഇതുണ്ടേ, കുഴപ്പമില്ല, അത് ഇച്ചിരി ഓവറാണെന്ന് എനിക്ക് തോന്നുന്നു. പകരം മുകളിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് നോക്കുമ്പോൾ ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കൊള്ളാലോ, ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യായിരുന്നു. ഇനി ചെറിയ കുറച്ച് ലൈറ്റ്, ഒരു ഷാഡോ പോലെ വന്ന് പോകുന്നൊക്കെയുണ്ട്. ചെറിയ റെയിൻബോ പോലെയൊക്കെ വരുന്നത്. പക്ഷെ അതെനിക്ക് ടൂ മച്ച് ആയിട്ടാണ് തോന്നുന്നത്. ഈ എഡ്ജ് ബ്ലർ എന്നുള്ള ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊരു ഇത്തിരി കൂടുതൽ ബ്ലറായ പോലെ തോന്നി. അതുകൊണ്ട് ബ്ലർ അയക്കുന്ന ആ ഇൻറ്റൻസിറ്റി ഒക്കെ ഞാൻ ഒരിത്തിരി കുറയ്ക്കുവാണ്. എല്ലാം നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഗുഡ്. അപ്പം ഞാൻ ഈ ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്തേക്കുവാണ്. അത് ഒത്തിരി ഒന്നുമില്ല, ആ ഒരൊറ്റ ക്ലിപ്പിൽ മാത്രം. ഇതിനകത്ത് നെക്സ്റ്റുള്ള ഓപ്ഷൻ PIP എന്ന് പറയുന്നത് നമുക്ക് ഓവർലേ ചെയ്യാനുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുകളിൽ ഇതുപോലെ ഓവർലേ ചെയ്ത് നമുക്ക് ഒരെണ്ണത്തിൻ്റെ മുകളിൽ വേറൊരു വീഡിയോ വെക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ നമുക്ക് ആവശ്യമില്ല. സോ അത് ഡിലീറ്റ് ചെയ്തിട്ട് ലെറ്റ്സ് കണ്ടിന്യൂ വാട്ട് വി വർ ഡൂയിങ്. സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുമ്പം ഐ തിങ്ക് ദിസ് ഈസ് ഗോണ ബി റിയലി ഹെൽപ്ഫുൾ. കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ അത് അഗൈൻ. ഇനി നമുക്ക് ഫിൽറ്റേഴ്സിലേക്ക് പോവാം. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 1-2 എണ്ണം ഞാൻ കണ്ടായിരുന്നു. ഈ ബ്രൗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, VHS3യും ഇഷ്ടപ്പെട്ടു, 90s പിങ്ക് 1 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതിൽ ലൈക്ക് ഒരു സോഫ്റ്റ് ബ്ലറായിട്ട് നിൽക്കുന്ന ഒരു പിങ്ക്, ഒരു വിൻറ്റേജ് വൈബ്, ബട്ട് സ്റ്റിൽ ഒരു ഡ്രീമി എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു സാധനം. ഈ ഏറ്റവും സൈഡിൽ അപ്ലൈ ടു ഓൾ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഷോട്ടിനകത്തും
ആ ഒരു ഫിൽറ്റർ ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളിപ്പോൾ ചെയ്തത് മുഴുവൻ അൺഡു ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ, അതായത് തിരിച്ച് പഴയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം കാണിച്ച പോലെ ബാക്കിലേക്കുള്ള ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഫിൽറ്റർ പോയിട്ടുണ്ട്. പിന്നെ ഈ മൊസൈക്ക് എന്ന് പറയുന്നത് ഈ സാധനം നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോയുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോർഷൻ നമുക്ക് ബ്ലർ ചെയ്ത് കളയണം, നമ്മുടെ ഫേസ് ആർക്കും കാണണ്ടെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്ലർ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇതുപോലെ ഫേസിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ കോർണറിൽ എന്തെങ്കിലും നമ്മുടെ ഫോൺ നമ്പറോ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്ലർ ചെയ്യാം. സോ ദാറ്റ്. നെക്സ്റ്റ് ഓപ്ഷനുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ നമ്മളൊന്ന് സ്കെയിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലുള്ള ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, ഇത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളുടെ ആ സെയിം ഷോട്ടിന് ബ്ലേർഡ് ആയിട്ടുള്ളൊരു ഇതാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ആഡ് ചെയ്യാം. അത് കൊള്ളാം, ഡ്രസ്സിൻ്റെ സെയിം കളർ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കളേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല വേറെ ഏതെങ്കിലും ഒരു ഇമേജാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ വ്ളോഗൊക്കെ എടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെയാണിത്. എന്ത് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമുക്കതിൻ്റെയൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് പോകുവാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ റേഷ്യോ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഇങ്ങനെ നീണ്ട ഒരു ഇതിനകത്ത് തന്നെ സാധാരണ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ ഒരു റേഷ്യോ അല്ല, അത് 9:16 ആണ് ഇൻസ്റ്റഗ്രാമിൻ്റെയും ടിക്ടോക്കിൻ്റെയും ഒക്കെ ഒരു ഫോം. അതായത് ഈ ഒരു ആസ്പെക്റ്റ് നമുക്കിപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇത്രയൊക്കെയാണ് ഇതിൽ നമുക്ക് ആവശ്യമുള്ള മെയിൻ ഓപ്ഷൻസ്. താഴെ ഇനി നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് കൂടെ വരും കേട്ടോ. AI എഫക്റ്റ്, കട്ട് ഔട്ട്, ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്ന ഒരു സാധനമുണ്ട്. ഞാൻ നിങ്ങളെ ഓപ്ഷൻസ് ഒക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് സൂം ഔട്ട് ചെയ്ത് സൂം ഇൻ ചെയ്ത് ഫെയ്ഡ് ചെയ്ത് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണിത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇത്തിരി ഫെയ്ഡിന് ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ബ്ലാക്കിൽ നിന്ന് വരും നമ്മുടെ വീഡിയോ ഇതുപോലെ. ഞാൻ ഈ AI എഫക്റ്റൂടെ നിങ്ങളെടുത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫസ്റ്റ് വൺ കാർട്ടൂൺ എന്നുള്ളത് സെലക്ട് ചെയ്യാവേ. അതിനകത്ത് ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് കണ്ടോ, അതിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ലൈക്ക് ലിറ്ററലി ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ തന്നെ. മേ ബി ദിസ് വൺ, ഇത് നമുക്ക് കാർട്ടൂൺ ആക്കി നോക്കാം. എഗൈൻ AI എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കാർട്ടൂൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ എഫക്റ്റ് അപ്ലൈ ആവും. നല്ല രസമില്ലേ? എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിവേയ്സ് നമുക്കത് റിമൂവ് ചെയ്യാം രണ്ടെണ്ണം. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ആൻഡ് വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരെ ലെഫ്റ്റ് അപ്പർ കോർണറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കടയുടെ പോലത്തെ അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ചെറിയൊരു സൈൻ കാണാൻ. ഇത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പം നമ്മൾ കണ്ട എല്ലാ സാധനങ്ങളും കൂടിയിട്ടുള്ള ഒരു ഇതാണ്. നല്ല അടിപൊളി എഫക്ട്സുകൾ. നമുക്കിത് ഇതിൽ നിന്ന് ഏത് വേണമെന്നുണ്ടെങ്കിലും പിക്ക് ചെയ്യാം. ആൻഡ് അത് പിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സൈഡിൽ സ്റ്റാർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ്സിനകത്ത് പോയി കിടക്കും അത്. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും തപ്പി നടക്കേണ്ട കാര്യമില്ല. നേരെ നമ്മളുടെ ഫേവറേറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പിക്ക് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ ദിസ് ഈസ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതെല്ലാം ഫ്രീ ആണെന്നുള്ളതാണ് ഏറ്റവും അടിപൊളി സംഭവം. ഫ്രീ, നമ്മൾ എസ്പെഷ്യലി വ്ളോഗ് ചെയ്യുന്നവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്പാണ് കേട്ടോ വീറ്റ. ബിക്കോസ് നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ്സുകൾ ഇഷ്ടം പോലെയാണ് ഇതിനകത്ത്. വീഡിയോ ടെംപ്ലേറ്റ്സ് വേറെ, അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഓർ മേ ബി അത് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആഡ് ചെയ്യാം. ബട്ട് ദിസ് പോർഷൻ ദിസ് ഇസ് സോ ഗുഡ്. മ്യൂസിക് ഈ പറഞ്ഞ പോലെ എഫക്ട്സുകളൊക്കെ, സൗണ്ട് എഫക്ട്സുകളൊക്കെ, അങ്ങനെ ഫിൽറ്റേഴ്സും നല്ല അടിപൊളി ഫിൽറ്റേഴ്സ് ഒത്തിരി എണ്ണമുണ്ട്. നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ മോസ്റ്റ് പാർട്ട്. ഇതാണ് നമ്മളപ്പം ഇത് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്ത ഈ ഒരു വീഡിയോ. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും വീറ്റ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ട്രാൻസിഷൻ റീൽസും നിങ്ങളുടെ സ്ലോ മോഷൻ റീൽസൊക്കെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തന്നതാണ്. ഇതാ നമുക്കിനി എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. 60
ഫ്രെയിം റേറ്റ് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ആ പേർപ്പിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. മിക്കവാറും ഇപ്പോൾ ഈ ഡൗൺലോഡായി വരുന്ന വീഡിയോനകത്ത് വാട്ടർമാർക്ക് ഉണ്ടാകും. ഞാൻ ആ വാട്ടർമാർക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നേരെ ഹോം പേജിലേക്ക് പോവുക. എന്നിട്ട് ഈ ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കിടക്കുന്നതാണ് വീറ്റ വാട്ടർമാർക്ക്. എൻ്റെ സൗണ്ട് ബ്രേക്കായി പോകുന്നത്. ആ പേർപ്പിൾ സൈൻ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പം അതിനകത്ത് വീറ്റയുടെ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. ഇതിലുള്ള സെക്കൻഡ് ഓപ്ഷൻസ് ഇവിടെ താഴെ ഏറ്റവും താഴെയുള്ള സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ കണ്ടോ, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റീൽസിന് വേണ്ടിയിട്ടുള്ളതായാലും ഷോർട്സിന് വേണ്ടിയിട്ടുള്ളതായാലും ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് ഇതിനകത്തുണ്ട്. ദിസ് ഇസ് സോ ഗുഡ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. നല്ല അടിപൊളി എഡിറ്റായിട്ട് നല്ല സ്ലോ മോഷനോ അല്ലെങ്കിൽ കളറോ ഉള്ള എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവർ നമുക്ക് തരും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഐ റിയലി ലൈക്ക് അബൌട്ട് വീറ്റ. ഇതിനകത്ത് യൂസ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ എഡിറ്റിംഗ്. നിങ്ങൾക്ക് മനസ്സിലായെന്നേ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എല്ലാം വായിച്ചിട്ട് വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കുറച്ച് ലെങ്ത് കൂടി പോകുമായിരിക്കും, ബട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ അത്രയും ടൈമായി പോകുന്നതാണ്. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറെ വീഡിയോയിൽ കാണാം.